അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോക്ക് നമ്മുടെ വീടിന് മുകളിലുള്ള ഒരു ചെറിയ ടോപ്പുണ്ട്. അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് വിളിക്കാനായിട്ടാണ്. അത് ഒരു വെറൈറ്റി ടോപ്പ് വ്യൂ ആയിരിക്കും. എത്ര പേര് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് എത്തിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതൊരു അത്യാവശ്യം നൈസ് പ്ലേസ് ആട്ടോ. നല്ല, അതായത് എപ്പോഴും ഒരു പ്രത്യേകതരം കാലാവസ്ഥ കിടക്കുന്ന ഒരു പ്ലേസാണിത്. ഇതിൽ നമ്മൾ പോകുമ്പോൾ തന്നെ രണ്ട് സൈഡും ഫുൾ ഏലമാണ്. പിന്നെ അത്യാവശ്യം അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് തോട്ടമുള്ളവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അനുസരിച്ച് ഒരുപാട് മോശമായി കിടന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ. അതെല്ലാം അവർ കൈക്കാശ് മുടക്കി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ ചിലപ്പം പറ്റുന്നുണ്ട്. പിന്നെ റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, അത്യാവശ്യം പോയതാണ്. ഇവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗത്തേക്ക് നല്ല റോഡാണ്. പിന്നെ ഇവിടെ നിന്നാണ് ഗൈസ് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. കാരണം ഇത് പുതിയൊരു റോഡ്, അധികമാകാതെ ഒരു 15-20 ദിവസത്തിനുള്ളിൽ പണിത വെട്ടിയ ഒരു വഴിയായത്. അത് മേളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ കിറ്റാച്ചിയൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഓൾറെഡി ഒന്ന് കയറിപ്പോയി വഴിയൊക്കെ നോക്കിയതാണ്. കാരണം നമുക്ക് അവിടെ തിരിക്കാനുള്ള ഫെസിലിറ്റി തീർത്തുമില്ല. കയറി പോയിട്ട് ഇടയ്ക്ക് വിട്ടുപോയാൽ തന്നെ പോകുന്നതല്ലേ നമ്മൾ, അപ്പോൾ സൂക്ഷിച്ച് പോകണമല്ലോ. ഫ്രണ്ട്സ് നമ്മളും കൂടെ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം നമ്മൾ കയറുവാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റം അത്. നമ്മൾ സെക്കൻഡ് ഫ്രണ്ട് വിട്ട് അങ്ങ് കയറി പോവാം പതിയെ. പക്ഷെ ഒരു വൈബാണ്. ഫ്രണ്ട്സും നമ്മളൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ രോളമല്ല. അതിന് മേളിൽ ചെറിയൊരു ടെൻറ്റ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് എന്തായാലും. പക്ഷേ വൈബ് അഡാറ് വൈബ് തന്നെ കഴിച്ചു നമുക്കിത്. ഇതൊന്നും അധികം വണ്ടികളോ അങ്ങനെ ആരും കയറി പോകാത്തൊരു സ്ഥലങ്ങളോ. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നല്ല വൈബാണ്. ഒരു ചെറിയ ഓറഞ്ചിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് ആ ടോപ്പിൽ. അധികം ഇല്ല, പക്ഷേ ഫുള്ള് ഏലമാണ്. അത് അവരുടെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി അവർ റോഡിൻ്റെ മീൻസ് അവരുടെ തോട്ടത്തിന് നടുക്കൂടെ തന്നെ വഴി വെട്ടിയിട്ടേക്കണതാണ്. പക്ഷേ നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കുറച്ചും കൂടെ ചെല്ലുമ്പോഴത്തേക്കും വഴി തീരുക. അവിടെ വരെ വഴിയുള്ളൂ. പിന്നെ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ പോർഷനാണ് ഇതൊക്കെ. നമുക്ക് അധികം സമയം നിൽക്കാൻ പറ്റില്ല, മഴയായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ജസ്റ്റ് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതിൻ്റെ താഴെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്, നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വണ്ടിയുടെ ഷോട്ടൊക്കെ എടുത്തു. നല്ല കോട കയറി കിടന്ന സമയമായിരുന്നു. അത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ആ ഒരു വൈബ്. അങ്ങനെ നമ്മൾ മണ്ടേ കയറി ഇറങ്ങി നമ്മുടെ പരിപാടി ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.